ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മൾ മീററ്റിനോട് വിട പറഞ്ഞ് നമ്മൾ നാട്ടിലേക്ക് വരികയാണ്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സുകളെല്ലാം എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ പോകുന്നത് കാരണം എല്ലാവരും തലേന്ന് രാത്രി തന്നെ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ മൊമെൻറ്റ്സ് ഓർക്കുമ്പോൾ എനിക്ക് വല്ലാത്തൊരു വിഷമമാണ് കേട്ടോ. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ആർമി ലൈഫിൽ അങ്ങനെയാണല്ലേ. നമുക്ക് പോസ്റ്റിംഗ് വരും, അതുപോലെ തന്നെ പോസ്റ്റിംഗ് ഔട്ടും ഉണ്ടാവും. അപ്പോൾ നമ്മൾ നാട്ടിൽ വരുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ പാർട്ടിയൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നികേഷ് ചേട്ടനും ഫാമിലി അന്ന് ഇല്ലായിരുന്നു. അപ്പോൾ ചേട്ടൻ ഓഫീസ് ടൈമൊക്കെ കഴിഞ്ഞിട്ട് നേരെ നമ്മളെ കാണാനായിട്ട് വരികയാണ് കേട്ടോ. വന്നിട്ട് നമുക്ക് ഗിഫ്റ്റൊക്കെ തരികയാണ്. പിറ്റേന്ന് നമ്മൾ വെളുപ്പിന് ഒരു 3:30 ആയപ്പോൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തലേന്നേ ബാക്കി എല്ലാ ഫ്രണ്ട്സും വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിറ്റേന്നായപ്പോൾ താഴത്തെ ക്വാർട്ടറിലെ ബയ്യയും ദീദിയൊക്കെ നമ്മളെ യാത്രയാക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് കേട്ടോ ട്രെയിൻ. അപ്പോൾ നമ്മൾ രാജധാനിക്കാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. അങ്ങനെ നമ്മൾ കാറ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടുന്ന് ഏകദേശം ഒരു 1.5-2 മണിക്കൂറോളം ഉണ്ട് അങ്ങോട്ടേക്ക് പോകാനായിട്ട്. അങ്ങനെ ഞങ്ങൾ വണ്ടിയിൽ സാധനങ്ങളെല്ലാം എടുത്ത് വെച്ചു. ദീദിയാണ് കേട്ടോ എനിക്ക് വീഡിയോസൊക്കെ എടുത്തു തരുന്നത്. കാരണം ഞാൻ ദീദിയോട് പറഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ആ സമയത്ത് നമുക്ക് പോകേണ്ട ആ ഒരു വിഷമവും കാര്യങ്ങളും. അപ്പോൾ ദീദി എനിക്ക് യൂട്യൂബിൽ ഇടാൻ വേണ്ടിയിട്ട് ദീദി തന്നെ അന്നേരം എനിക്ക് വീഡിയോ ഒക്കെ എടുത്തു തരികയാണ്. ആർമി ലൈഫിൽ ഞാൻ ഏട്ടൻ്റെ കൂടെ 5 സ്റ്റേറ്റിലാണ് പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ എനിക്കറിയില്ല, നമ്മൾ മീററ്റിൽ വന്നപ്പോഴും ദീദിയാണ് ഫസ്റ്റ് കണ്ടുമുട്ടുന്നതും. ദീദി ആയിരുന്നു എനിക്ക് ആദ്യമേ അവിടെ ചെന്നപ്പോൾ ഉണ്ടായിരുന്ന കൂട്ടും എല്ലാം. പിന്നീടാണ് നമ്മൾ മലയാളി ഫാമിലീസിനെയൊക്കെ കണ്ടുമുട്ടുന്നത്. അപ്പോൾ ദീദിയും ഞാനൊക്കെ ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. എന്താണെന്നറിയില്ല, ഭയങ്കരമായിട്ടും നമ്മൾ എന്താ പറയുക, ഒരുപാട് നാളുകൾ സൗഹൃദം ഉള്ളതുപോലെയായിരുന്നു ആ ഒരു 6 മാസക്കാലം. അത്രയ്ക്ക് നല്ല ഒരു കൂട്ട്, ഒരു ഫ്രണ്ട്ഷിപ്പ് എന്നൊക്കെ പറയില്ലേ. അങ്ങനെ നമ്മൾ ദീദിയോടും ബയ്യയോടും മീററ്റിനോടൊക്കെ വിട പറഞ്ഞ് നമ്മുടെ യാത്ര തുടരുകയാണ്. അപ്പോൾ ദീദിയും ബയ്യയൊക്കെ അടുത്ത വർഷമാകുമ്പോഴത്തേക്ക് നമ്മുടെ നാട്ടിലൊക്കെ വരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവരുടെ നാട്ടിലേക്ക് നമ്മളെയും ഒക്കെ ക്ഷണിച്ചിട്ടുണ്ട്. വണ്ടിയിൽ കയറി കഴിഞ്ഞെങ്കിലും മനസ്സൊന്ന് ശാന്തമാകാനായിട്ട് കുറേ ടൈം എടുത്തു കേട്ടോ. അങ്ങനെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷൻ എത്തി. ഞങ്ങളൊരു 5:15 ആയപ്പോൾ തന്നെ റെയിൽവേ സ്റ്റേഷൻ എത്തിയിട്ടുണ്ടായിരുന്നു. 6:15 കേട്ടോ ട്രെയിൻ. അങ്ങനെ ഒരുപാട് ലഗേജും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ട്രെയിൻ വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ 6 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മുടെ ട്രെയിൻ വന്നു. അങ്ങനെ നമ്മൾ ട്രെയിനകത്ത് കയറി. 2 ഫുൾ ഡേയും 1 നൈറ്റുമാണ് കേട്ടോ രാജധാനിക്കകത്ത് ഇരിക്കേണ്ടത്. എനിക്ക് മിഡിൽ സീറ്റും ഏട്ടന് അപ്പർ സീറ്റുമാണ് കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത്. രാജധാനിയിൽ ഞാൻ കുറേ നാളുകൾക്ക് ശേഷമാണ് കേട്ടോ ഇപ്പോൾ കയറുന്നത്. നമ്മൾ ലാസ്റ്റ് കയറിയത് പഞ്ചാബിലായിരുന്നപ്പോഴാണ് നമ്മൾ ലാസ്റ്റ് രാജധാനിയിൽ കയറിയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഇപ്പോഴാണ് വീണ്ടും രാജധാനിയിൽ കയറുന്നത്. രാജധാനിയിലാവുമ്പോൾ ഇവർ സമയാസമയത്തിന് നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റാണ് ഇത്. രാവിലെ നമുക്ക് കഴിക്കാനായിട്ട് ബ്രെഡ് സാൻഡ്വിച്ചും ഫ്രൂട്ടിയും ചായയൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ കുറേ സമയം നമ്മൾ കാഴ്ചകൾ തന്നെ കണ്ടുകൊണ്ടിരുന്നു. പിന്നെ നമ്മൾ വിചാരിച്ചു ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്ക് ഫുഡ് കൊണ്ടുവന്നതിന് ശേഷം പിന്നെ കിടക്കാമെന്ന്. അങ്ങനെ ഉച്ചയൊക്കെ ആയപ്പോൾ നമുക്ക് ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് ചോറ്, ചപ്പാത്തി, ഡാല്, ചിക്കൻ കറി, പിന്നെ ഒരു തോരൻ പോലെ ഒരു ഐറ്റം ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഐസ്ക്രീം കൊണ്ടുവന്നു. അങ്ങനെ ഉച്ചയൂണൊക്കെ കഴിഞ്ഞതിന് ശേഷം നല്ലൊരു ഉറക്കം അങ്ങ് ഉറങ്ങി. ഉറക്കം ഉണർന്നപ്പോഴത്തേക്ക് ചായ ഇങ്ങ് എത്തി കേട്ടോ. അപ്പോൾ ചായയും സാൻഡ്വിച്ചും സമൂസയും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ചായയൊക്കെ കുടിച്ചതിന് ശേഷം പിന്നെ ഞങ്ങളെല്ലാവരും കുറച്ച് നേരം വർത്തമാനമൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഓപ്പോസിറ്റ് മലയാളി ഫാമിലിയാണ് ഉണ്ടായിരുന്നത്. അവർ എറണാകുളത്ത് ഇറങ്ങാനായിരുന്നു കേട്ടോ. അപ്പോൾ കുറേ നേരം ഞങ്ങളങ്ങനെ കാര്യമൊക്കെ പറഞ്ഞിരുന്നു. അങ്ങനെ രാജധാനിയിൽ ഫസ്റ്റ് ഡേ കംപ്ലീറ്റ് ആയി. അങ്ങനെ സെക്കൻഡ് ഡേ ആയപ്പോഴത്തേക്ക് നമ്മൾ രാത്രി ഒരു 9:30 കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അനിയൻ അവിടെ വിളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വേഗം വണ്ടിയിൽ കയറി നേരെ നമ്മൾ വീട്ടിലോട്ടാണ് കേട്ടോ പോരുന്നിട്ടുണ്ടായിരുന്നത്. നാട്ടിൽ വന്ന് ഇറങ്ങിയതും നല്ലൊരു മഴയായിരുന്നു കേട്ടോ. അപ്പോൾ നാട്ടിൽ വന്ന് ഇറങ്ങിയതിൻ്റെ ആ ഒരു സന്തോഷമുണ്ട്, എന്നാൽ മീററ്റിൽ നിന്ന് പോയതിൻ്റെ ഒരു വിഷമമുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വിശേഷങ്ങൾ. പുതിയതായിട്ട് ഈ വീഡിയോസ് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. Bye bye. Take care.